അമൽ തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. അമൽ ആ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എത്രമാത്രം ഭയപ്പെട്ടുകൊണ്ടാണ് ആ പെൺകുട്ടി ആ പോലീസിന്റെ കൈ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതെന്ന്. 19 വയസ്സ് മാത്രമുള്ള കുട്ടികളാണ്. ഇനി എത്ര പ്രായമായാലും വെറുതെ ഒരാൾ വന്ന് നമ്മളെ തള്ളിയിടുക, നമ്മുടെ ജീവന് ഭീഷണിയാവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ പെൺകുട്ടി ഗുരുതര പരിക്കേറ്റ് ആ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ആംബുലൻസ് അവിടെ എത്തുന്നതേയുള്ളൂ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എന്താകും? അപ്പോഴാണ് ഈ പ്രതി പറയുന്നത് ആ കുട്ടിക്ക് ഭ്രാന്താണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഈ പോലീസുകാരിൽ നിന്ന് പ്രാഥമികമായി ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് ഈ സുരേഷ് എന്ന് പറയുന്ന പ്രതിയെക്കുറിച്ച് മറ്റെന്തെങ്കിലും സൂചനകളോ ഇയാൾ ഇതിനു മുൻപ് ഇങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇയാൾ ആരാണ് എന്ന എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അനശ്വര, കൂടുതൽ വിവരങ്ങളൊന്നും പറയാൻ പുറത്തുനിന്നുള്ള പോലീസ് തയ്യാറാകുന്നില്ല. അവർ DGPയുടെ ഒരു ഓർഡർ ഉണ്ട്. അതിനാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ, കേസന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയരുത് എന്ന് പറഞ്ഞതിനാൽ തന്നെ കേരള പോലീസ് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത നൽകുന്നില്ല. ഇപ്പോൾ റെയിൽവേ പോലീസ്, കൊച്ചുവേളിയിൽ നിന്നുള്ള റെയിൽവേ പോലീസ് സംഘം അടക്കം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. SI അനൂപ് അടക്കമുള്ള സംഘം അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ നമ്മളിവിടെ നിൽക്കുമ്പോൾ കാണുന്നത് കേരള പോലീസ് സമഗ്രമായി, അല്ലെങ്കിൽ ഇത്രയും കാര്യക്ഷമമായി സമീപകാലത്ത് ഏതെങ്കിലും ഒരു കേസിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ ഒരു വിഷയം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ അങ്ങനെ സമീപകാലത്ത് കണ്ടിട്ടില്ല. ഇവിടെ നമ്മളിപ്പോൾ എത്തിയപ്പോൾ കാണുന്നത് ഈ പ്രദേശങ്ങളിലുള്ള പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലെ SHOമാരെല്ലാം കൊച്ചുവേളി സ്റ്റേഷനിലേക്ക് എത്തുന്നു. തൊട്ട് മുൻപ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു മടക്കിയത് പേട്ട സ്റ്റേഷനിലെ SHOയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും സമീപ പ്രദേശങ്ങളിലുള്ള SHOമാരെല്ലാം എത്തുന്നു. വർക്കലയിൽ നിന്നും പോലീസ് എത്തുന്നു. അങ്ങനെ എല്ലായിടത്തു നിന്നും ഇവിടേക്ക് എത്തി കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് മടങ്ങുന്നുണ്ട്. എന്തായാലും പ്രതിയെ ഇവിടെ നിന്നും റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക്, തമ്പാനൂരുള്ള റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി അവിടെയായിരിക്കും ഇനി പ്രതിയുടെ കൂടുതൽ ചോദ്യം ചെയ്യൽ, അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിന് ശേഷമുള്ള വൈദ്യപരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. കൊച്ചുവേളിയിൽ നിന്നും എന്തായാലും പ്രതിയെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രതിയെ മാത്രമല്ല, പ്രതിക്കൊപ്പം ഈ കേസിലെ ഏറ്റവും നിർണായകമായ സാക്ഷ്യം പറയാൻ പറ്റുന്ന ഈ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യുവതി കൂടി ഉണ്ടായിരുന്നു. ആ യുവതി കൂടി ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ആ പ്രതി ആക്രമിച്ച കൂട്ടത്തിൽ ആദ്യം ഈ പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്കിടുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മളോട് സംസാരിച്ച പെൺകുട്ടി, അവരുടെ പേര് ചോദിക്കാൻ പോലുള്ള സമയം കിട്ടിയില്ല. അതിനു മുൻപ് പോലീസ് അവരെയും കൂട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയി. അവർക്കും ചില പരിക്കുകളുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പരിമിതികളുണ്ട്. അതിനാൽ തന്നെ അവരോട് കാര്യങ്ങൾ സംസാരിക്കും മുൻപ് അവർ പോയി. അവർക്കും ചില കൈക്കും മറ്റുമൊക്കെ പരിക്കുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തലനാരിഴയ്ക്കാണ് ആ പെൺകുട്ടി പുറത്തേക്ക് തെറിച്ച് വീഴാതെ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് മാതൃഭൂമി ന്യൂസിനോട് അവർ പ്രതികരിച്ചത്. അവരെ കൊണ്ടുപോയിട്ടുണ്ട്, വൈദ്യപരിശോധന പൂർത്തിയാക്കും. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചറിയും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്ന കാര്യത്തിൽ ഈ ആക്രമണത്തിന് ഇരയായ 2 പേർക്കും എന്തെങ്കിലും തരത്തിലുള്ള ധാരണയില്ല. കാരണം അവർ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ജനറൽ കമ്പാർട്ട്മെന്റിൽ, ആദ്യം നമ്മൾ കരുതിയിരുന്നത്, ആദ്യം വന്ന വാർത്തകളും മറ്റുമൊക്കെ പോലീസ് മറ്റുമൊക്കെ നൽകിയിരുന്ന വിവരങ്ങൾ അനുസരിച്ച് വന്ന വാർത്തകളൊക്കെ അത് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആയിരുന്നുവെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് അല്ല എന്നുള്ളതാണ് ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് ഒപ്പമുള്ള പരിക്കേറ്റ പെൺകുട്ടി പറയുന്നത്. ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു. അവിടേക്ക് അത്രയും നേരം ഇല്ലാതിരുന്ന ഒരാൾ അപ്രതീക്ഷിതമായി കടന്നു വന്നു. അതിനുശേഷം നടുവിന് ചവിട്ടി പുറത്തേക്കിട്ടു. ആ പുറത്തേക്ക് ഈ പെൺകുട്ടി വീണു. അതിന് തൊട്ടു പിന്നാലെ തന്നെ രണ്ടാമത്തെ ഈ ഒപ്പം ഉണ്ടായിരുന്ന നമ്മളോട് സംസാരിച്ച ആ പെൺകുട്ടിക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ആ പെൺകുട്ടി ഈ പുറത്തേക്ക് ഉള്ള ഡോറിന്റെ സൈഡിൽ പിടിച്ചിരുന്നതുകൊണ്ട് മാത്രം പുറത്തേക്ക് തെറിച്ചു വീണില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് തെറിച്ചു വീണേനെ എന്നുള്ളതാണ് ആ കുട്ടി പറയുന്നത്. നേരത്തെ നമ്മളോട് ഇവിടുന്ന് പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടി പരിക്കേറ്റ യുവതിയുമായി വർക്കലയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് എത്തി. ഇടപെടുകയാണ്.